ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോപ്പ് ഫ്ലോറിലാണ്. ഇവിടെ ഇന്ന് പല പല ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതെന്നും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഫാൻ ചേർക്കുവാണ്. ടോപ്പ് ഫ്ലോറിലാണ്. ഇപ്പം നടത്തി വന്നിട്ടുണ്ട്. കസേര ഇത്തിരി നീക്കിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഡ്രോയിങ് ഐറ്റംസും ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് ഐറ്റംസും പിന്നെ ക്രോഷ്യ ഐറ്റംസ് ഉണ്ടാകുന്ന വെക്കണം. സ്പേസിലോട്ടുണ്ട്. സ്പേസിൻ്റെ അടിക്കിലൊക്കെ മനസ്സില്ല. ഇവിടെ ഒരു ഇത് കമ്പ്യൂട്ടർ ടാബാണ്. അപ്പം കമ്പ്യൂട്ടർ കളിക്കാം. യൂട്യൂബ് ചാനലും തുടങ്ങിയത്. അപ്പം എനിക്ക് പേര് ചാനലിൻ്റെ പുറത്ത് തൊട്ട് മാത്രമേ കാണത്തുള്ളൂ. എല്ലാവരുടെ അതിൻ്റെ ഐറ്റംസ് എന്ന് പറയുമ്പോഴും പലോസ് ഐറ്റംസും ഇതൊക്കെ സൈഡിൽ മാറ്റി വെക്കും. എൻ്റെ ഓരോ ആ ചാനലിലെ ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ശേഷം അങ്ങനെയാണ് അവിടെ ഇവിടുത്തെ ഇതുണ്ടായിട്ട് റോബോട്ട്സ് നമുക്ക് പുതിയതായിട്ട് പരിചയപ്പെട്ടതായി അങ്ങനെ ഫാനാണ്. ലൈറ്റ് ആക്കാം. ഒരു പ്രശ്നത്തിനെ സ്ലോവർ, രണ്ടാമത്തെ പ്രശ്നത്തിനെ ഇത് സ്പീഡ് കൂടും, മൂന്നാമത്തെ പ്രശ്നത്തിനെ നല്ല സ്പീഡ്, ഒന്നുകൂടി ഞെക്കിക്കണേ ഇത് ഓഫാവും. ഇങ്ങനൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് അങ്ങനെ കയറ്റി ഈ റൂമിനകത്ത് പലതും ഉണ്ട്. ശരി, ഇവിടെ കമ്പ്യൂട്ടർ ടേബിൾ, അടിയിൽ ഇത് എന്താ റാക്ക് മതി എന്താ കീബോർഡ് ഇതാക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ക്രാഫ്റ്റ് മാറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ ബബിൾ റാപ്പിൻ്റെ മണ്ടയിൽ എന്തോ കൊറിയർ വന്നപ്പോൾ കിട്ടിയ ഒരു ഗ്രിഡ് മാതിരിയുള്ള ഐറ്റം ഇങ്ങനെ പിരിച്ച് വെച്ചേക്കാണ്. കാരണം എന്തോ പോപ്പിങ് ബബിൾ റാപ്പ് പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത്. അത് ഓക്കെ, ഞാൻ എടുത്ത് കാണിച്ചു. ഇതിനകത്ത് കളറിങ് പൗച്ചാണ്. കണ്ടിട്ടുണ്ടോ? ഇതൊരു കളറിങ് പൗച്ചാണ്, ഷൈനിയാണ്. ഇതിൻ്റെ അകത്ത് നിറച്ച് ക്രയോൺസും കളർ പെൻസിൽസുമാണ്. കളർ ചെയ്യാൻ വരുമ്പം പിന്നെ ഡ്രോയിങ് ബുക്കും കൂടെ ഉണ്ട്. ഡ്രോയിങ് ബുക്കിന് മുമ്പ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം കാണിച്ചാൽ ഡ്രോയിങ് ബുക്ക് ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണ്ട് കുറേ സാധനങ്ങളാണ് നിർത്തിച്ചത്. അത് മൊത്തം പോയിട്ട് ക്രീസ് നടത്തി. അതുകൊണ്ട് ആ ഡ്രോയിങ് ബുക്ക് ഒരു ഫാബർ കാസിലൊരു റെഡ് ഇതാണ്. ഫാബർ കാസിലല്ല, ഫാബർ കാസിൽ. ഇതൊരു ക്യൂട്ട് പോം ആയിട്ടുള്ള ഒരു ക്യൂട്ട് ബാർബി മോഡലുള്ളൊരു കീച്ചി. ഞാൻ ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഊരിപ്പോയി. ഇതിൻ്റെ ഈ സാധനം പൊട്ടിപ്പോയി. ഡിഐയെ കൊണ്ട് ശരിയാക്കിച്ചാണ്. പിന്നെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയും ഡ്രോയിങ് തന്നെ ചെയ്യുന്നത്. ഡയറിയിൽ കുറേ ചെയ്തിട്ടുണ്ട്. അത് മൊത്തം ഞാനായിട്ട് ഇതാണ് ചെയ്തത്. ഞാൻ ബ്രഷ് പെൻ ഉണ്ട്, അതെല്ലാം താഴെ സ്കെച്ചസ്, വലിയ സ്കെച്ചാണ് ഡോംസിൻ്റെ. ഞാൻ ഇതൊന്നും എൻ്റെ പിരീഡൊന്നും ഞാൻ കണ്ണിട്ട് പിന്നത്തെ ടീ അവസ്ഥ കുഴപ്പമില്ലെന്നത് വീട് കിട്ടലെന്ന് വിചാരിച്ച് എഴുതിയതാണ്. പറ്റില്ല. ഇതുണ്ടെങ്കിൽ ചെറിയ റോളിനായിട്ട് ഇതിനകത്ത് ഇങ്ങനെ മണ്ടയിൽ ഒരു പേപ്പർ ഷീറ്റ് മതി. എന്തോ ഒരു ലൈൻ ആയിട്ടുള്ള എന്തോ ഒരു നോട്ട് പാഡ് മാത്രമുള്ള ഐറ്റംസിന് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചായിരുന്നു. പിന്നെ ഫെവിക്കോൾ ചുറ്റി നോക്കിയിട്ട് ഒട്ടുമുള്ള സാധനം വീടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ
അത് ഉണ്ടല്ലോ, അത് അതുകൊണ്ട് ഞാനത് ഫിറ്റ് ചെയ്തില്ല. എൻ്റെ പകരം ഇവിടെ ഇതുണ്ട് റോബോട്ട്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. താഴത്തെ റാക്കിൽ നിന്ന് പിന്നെ കാണിച്ചു. ഇത് റോബോട്ട്. പിന്നെ എൻ്റെ യൂണിക്കോണും റാബറ്റും ഇങ്ങനത്തെ ഒരു ബാർബിയുണ്ട്. കണ്ട ഇവിടെ ഞാൻ വെച്ചേക്കുന്നൊരു സാധനമാണ്. അയ്യോ, ഇത് അടിയിലത്തെ റാക്കിലാണ്. കണ്ട ഒരു ബാർബി. ഇത് സാധാ ബാർബി അല്ല കേട്ടോ, അത് പാട്ടും കേൾക്കും. അത് ഓഫ് ചെയ്യാനും പറ്റും. ഇത് തന്നെ ഓഫായി പോകുന്നത് കേട്ടോ. ഞാൻ ഓഫ് ചെയ്തതാ. ഞാനിപ്പോൾ ഫാൻ വെച്ചിട്ടുണ്ട് സ്റ്റാൻഡിനകത്ത്. ഇത് വെക്കാമെന്ന് വിചാരിച്ചു. ഫാൻ പൊടിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഡ്രോറുണ്ട്. ഇതിൻ്റെ ഹെൽപ്പിലത്തെ ഐറ്റംസൊക്കെയാണ്. ലബോബോർഡ് ഒരു സ്റ്റിക്കർ ഉണ്ട്, റീഡിങ് ബുക്സ് ഉണ്ട്, ക്യൂട്ട് ഐറ്റംസ് ഡ്രോ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അലങ്കൃതയല്ല, പുതിയ സ്കൂളിലായില്ലേ. അപ്പം അവിടെ നിന്ന് ഒരു നൂറിൻ ഹയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണ്. അത് മാത്രമുള്ള ഒരു പാറ്റേൺ ഉള്ളത്. ഇത് ക്യൂട്ടായിട്ടല്ലേ. ഇത് ഡ്രോ ചെയ്തിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട്, അതുകൊണ്ട് അങ്ങനെ ട്രാൻസ്പെറൻറ്റ്. ഇത് കണ്ടോ ഗൈസ്, ക്യൂട്ടായിട്ടുള്ള ലബോബോ സ്റ്റിക്കറല്ലേ. ക്യൂട്ടായിട്ട് നല്ല രസമുണ്ടത്. പിന്നുള്ളത് ഒരു ഫെവിക്കോളിൻ്റെ ബണ്ടിൽ ബോട്ടിൽ. ഇത് എനിക്ക് മസ്റ്റായിട്ട് വരച്ച് കൊടുത്ത് തരണമായിരുന്നു. ബിക്കോസ് ഇത് വൃത്തിയായിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഫെവിക്കോളിൻ്റെ ന്യൂ ബോട്ടിലാണിത്. ഇത് ഇങ്ങനെ വെള്ള സാധനം ഇങ്ങനെ പൊക്കിയിട്ട് കുറച്ച് നീറ്റായിട്ട് വയ്ക്കാം. മറ്റേ നമ്മൾ കയ്യിലായാലും ഇത് എങ്ങനെ പലപ്പോഴും ഈ സൈഡിലാവും, അത് സൈഡിലേക്കിങ്ങനെ പണിയാണല്ലോ. ഇത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കവേഴ്സ്, ഷീറ്റ്, റീഡിങ് ബുക്സ്. എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളമുണ്ട്. ബാലഭൂമിയാണ്. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള സ്റ്റോറീസൊക്കെ. പിന്നെ കുറച്ച് ക്രോഷ്യൻ്റെ കുറച്ച് യാണ് ഉണ്ടായിരുന്നു. ഇത് തീരാറായ യാണാണ്. ഇത് ആണ് ന്യൂ വൺസ്. ഞാൻ പണ്ട് ക്രോഷ്യ ചെയ്തപ്പോൾ ബാക്കിയെന്നെ കുറച്ച് യാണാണ് ഉണ്ടായി. ഇതിൽ പകുതി ചെയ്തിട്ടുണ്ട്. അതാണ് അങ്ങനെ അലങ്കാരമൊക്കെ. ഇന്നൊരു പെൻ പെൻസിൽ ക്രോഷ്യനെ പറ്റി പേപ്പറിനകത്തുണ്ട്. ക്രോഷ്യസ് ഇൻട്രസ്റ്റിംഗ് ആണ്, എന്തോ എഴുതിച്ചു. ഇതുണ്ടോ, ഒരു പാക്ക് കോഴിക്കോട് നയിച്ചാണ്. അവിടെ കിടക്കുന്ന ഒരു പെൻ പെൻസിൽ. പിന്നെ വാഷിംഗ് മെഷീൻ. ഇത് ഞാൻ വറക്കട്ടെ, കുറച്ച് ഷാർപ്പ് ചെയ്യണം, പൊടിയാണ് നിറഞ്ഞെടുക്കുകയാണ്. വാഷിംഗ് മെഷീനിൽ തൊടി കിട്ടണം. ഇത് ഇങ്ങനെ ഷാർപ്പ് ചെയ്തിട്ടാണ്. നമ്മൾ പെൻസിലിൽ അളവനുസരിച്ച് ഇതിനകത്ത് ഷാർപ്പ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് റൈസറുണ്ട്. എവിടെയാണ് നിങ്ങൾ അൽഗസി. ഞാൻ 10 മിനിറ്റ് സമയം തരാം. 10 മിനിറ്റിൽ ഞാൻ 10 തരാം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഗസ് ചെയ്യും. റെഡി? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി കളിച്ച് ഓക്കെ. ഇതെന്ത് റേസർ, ഇതെന്താ ഇങ്ങനത്തെ കൊലത്തിൽ ഇപ്പോഴാണെന്നറിയാം. ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, താഴത്തെ ഇവിടെ ഒരു ഡ്രോ കാണിച്ചു തരാം. ഡ്രോ ഇത് കണ്ടോ, ഇവിടെ ഉണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടായിരിക്കും. കണ്ടോ നല്ല രസമില്ലേ. അത് നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി ക്യൂട്ടാണ്. ഡാൻസ് കാറൂട്ടാ കാണിച്ചു തരാണെങ്കിൽ ഇത് ഞാൻ എൻ്റെ പരിധി തന്നെ വെച്ചേക്കാം. കണ്ടോ, അതാണ് അതിൻ്റെ ഒരു ഞാൻ പറയുന്നപ്പോൾ വെച്ചു. അത് ഈ കോൺ ഞാൻ കാണിച്ചപ്പോൾ കോർണറില്ലേ,
ആ കോർണറിലായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടാണ് ആ കോർണറിൽ. ഇതൊരു ബ്രൗൺ കളർ ഇങ്ങനെ ആ ഷെയ്ഡ് ടേബിൾ ആണ്. പിന്നെ കുറച്ച് സ്റ്റിക്കി നോട്ടുണ്ട്. 2 കളറുകളുള്ളൂ, ബാക്കി കുറച്ച് കളറുകളുണ്ട്. ഒരു കളറും ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഗ്രീനാണ്. ഒരു ചെറിയ ഒരു ചെറിയൊരു കുഞ്ഞ സ്റ്റാർ പോക്കറ്റ്. പിന്നെ ഇവിടെ എൻ്റെ പൗച്ചൊക്കെ ഇരിക്കണ്ടേ. ഈ പൗച്ചിനകത്ത് ഉള്ള പല ഐറ്റംസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ പൗച്ചിന് ഒരു സ്കെയിലും കാണിച്ച പെൻസിലും മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ട്. ഇതൊരു ബുക്ക് മാർക്കാണ് ഞാൻ വീട്ടിലുണ്ടാക്കി. കളർ പേപ്പർ അടിച്ചിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. അത് ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് ബുക്ക് മാർക്ക്. പിന്നെ ഒരു പെൻസിൽ യൂസ് ചെയ്ത് തീർന്നല്ല, യൂസ് ചെയ്തിട്ടും ഈ ഷാർപ്പ് ചെയ്ത് റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. ആ പെൻസിലിൻ്റെ അവസ്ഥ കണ്ടപ്പോഴത്തേന് കിളിയായിട്ടുണ്ടായിരുന്നു. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞു. വലിയ ഡോഗായി പോയത്. എനിക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫോൺ ഹാങ് ആയിപ്പോൾ. Bye bye. Turning off Rhythms World YouTube channel. Like and subscribe and share. Bye bye.